ആക്ഷനുകളിലെ റിഫ്ലക്ഷൻസിനെ കുറിച്ച് നമ്മൾ റിയാക്ഷനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻസിൽ ഉണ്ടാവുന്ന ഇപ്പം നമ്മൾ നേരത്തെ ഒരു ഫാമിലി റിയാക്ഷൻസിനെ കുറിച്ച് പൊതുവെ സംസാരിച്ചു. പൊതുവെ കേരളത്തിൽ ജോഗ്രഫിക്കലി റിയാക്ഷൻ വേരിയേഷൻസ് കാണാൻ പറ്റും. ഈ എമോഷണൽ കൺട്രോൾ ഉള്ള ആൾക്കാർ, എമോഷണൽ കൺട്രോൾ ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. അപ്പം നമ്മൾ എമോഷൻസിനെ കുറിച്ച് നമ്മൾ നേരത്തെ ആറ്റിറ്റ്യൂഡ് സംസാരിച്ചതിന് ശേഷം എമോഷൻസിനെ കുറിച്ച് സംസാരിച്ചതിൻ്റെ മുമ്പ് എനിക്ക് അതിന് 10 ദിവസം മുമ്പുള്ള ഒരു വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ 2024 ഓഗസ്റ്റിലോ ഒക്കെ ഉള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ ആറ്റിറ്റ്യൂഡായിട്ട് ബന്ധപ്പെട്ട് എമോഷൻസായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഏരിയകൾ കാണാൻ പറ്റും. ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആളുകളുടെ റിയാക്ഷൻസ് ജോഗ്രഫിക്കലി റിയാക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ആളുകളുടെ പ്രശ്നമുള്ളത് ജോഗ്രഫി ഒരു റിയാക്റ്റീവ് മോഡ് കാണാം. നമുക്ക് അങ്ങനെ റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ ചില ആളുകൾ വളരെ കാം കൂൾ, ചില ആൾക്കാർ വളരെ ആക്റ്റീവ്, ചില ആൾക്കാർ വളരെ ഫാസ്റ്റ്, ചില ആൾക്കാർ മോഡറേറ്റ് മോഡ് കൾച്ചർ, ഇതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണാൻ പറ്റും. ജെനറ്റിക്കലി ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് ജെനറ്റിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ജോഗ്രഫിക്കൽ റിയാക്ഷൻസ് ഒന്നുണ്ട്. ഇപ്പോൾ ഈ പൊതുവെ റിസർച്ചേഴ്സ് കണ്ടെത്തിയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പ് കൂടുതലുള്ള ഭാഗത്ത് ആളുകൾക്ക് റിയാക്ഷൻസ് കൂടുതലായിരിക്കുന്നതാണ്. അപ്പം ഉപ്പിൻ്റെ അംശം കൂടുതൽ പൊതുവെ മലയോര പ്രദേശത്തെക്കാളും ഇടനാടിനേക്കാളും അതേപോലെ തീരദേശ പ്രദേശത്തേക്ക് അടുക്കുന്നവരും ഉപ്പിൻ്റെ അംശം കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടേക്ക് ചെല്ലും തോറും ആളുകളുടെ റിയാക്റ്റീവ് മോഡ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ ആ ഭാഗത്ത് ജനറലി അവിടെ ജോഗ്രഫിക്കലി താമസിച്ച് വളർന്ന ആളുകൾക്ക് ആ ഒരു റിയാക്റ്റീവ് മോഡ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതേപോലെ കേരളത്തിലെ ജിയോഗ്രഫിക്കലായിട്ടുള്ള സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ അത് കാണാം. ലോകത്തും എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് അത് കാണാം. അപ്പം ചില ജെനറ്റിക്കൽ ഇഷ്യൂ അല്ലത് ജെനറ്റിക്കൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ജെനറ്റിക്കലി അവർ വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു DNA മോഡ് ഇൻഹെറിറ്റായിട്ട് തലമുറകളോളം അവരുടെ ഇതിൽ വന്നിട്ടുണ്ടാവും ആൾറെഡി. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ തലമുറകളോളമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ അത് ആ ജെനറ്റിക്കലി അതിലുള്ള ഒരു സംഭവമാണ്. അപ്പം ചില ആളുകൾ വളരെ ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് എമോഷണൽ കൺട്രോള് ഒരാൾക്ക് ഇല്ലാതാവുന്നത് റിയാക്ഷൻ ബേസ്ഡ് ആണ്. എമോഷണൽ കൺട്രോൾ ഇല്ലാത്ത ഒരാൾ റിയാക്ഷൻ ഫാസ്റ്റ് ആണ്, കൺട്രോളിങ് കുറവായിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ സെനുദ്ദീൻ സിദാനെ മെറ്റരാസിയാണെന്ന് എനിക്ക് തോന്നുന്നു, ഓർമ്മയില്ല. ഇറ്റലിയും ഫ്രാൻസ് നമ്മുടെ കളിയിലെ ഫൈനലിലാണെന്ന് തോന്നുന്നു. അതിന്റെ വീഡിയോ നിങ്ങൾ അടിച്ചു നോക്കി കാണാൻ പറ്റും, യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. അവിടെ റിയാക്ഷന്റെ വേഗത കൂട്ടാനും കളിക്കാരനെ കൊണ്ട് എമോഷണൽ അറ്റാക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ശൈലി, ഒരു പ്രവണത കമന്റേറ്റേഴ്സും പിന്നീടുള്ള അവലോകനത്തിലുള്ള ഫുട്ബോൾ അനലൈസേഴ്സും ഒക്കെ സംസാരിച്ച് കാണാൻ പറ്റും, വീഡിയോകളിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ ഈ കണ്ടെത്തലുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എമോഷണൽ കൺട്രോൾ കുറഞ്ഞ ആളുകളെ റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് ട്രാപ്പ് ചെയ്യിപ്പിക്കുന്ന പരിപാടികൾ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആർത്തി ഈ റിയാക്ഷന്റെ പാർട്ടാണ്. ഇപ്പോൾ വിശക്കുമ്പോഴേക്ക് ഭക്ഷണം കഴിച്ചേ പറ്റൂ, അങ്ങനെ ഓരോ കാര്യത്തിലും വളരെ പെട്ടെന്ന് ഫിസിക്കൽ ബോഡി എന്തൊക്കെ ചോദിക്കുന്നതിനൊക്കെ എല്ലാം മറുപടി കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിരിക്കും. ഹ്യൂമൻ ബീങ് അല്ലേ. ഇപ്പൊ സെക്ഷൽ നീഡ് ഉണ്ടാവും. ഇപ്പൊ എനിക്ക് സെക്ഷൽ നീഡ് ഉണ്ട്, ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് എന്റെ നീഡ് ഇപ്പൊ ഫിൽഫിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു റിക്വയർമെന്റ് ബോഡിക്ക് വന്നാൽ അത് പോയിട്ട് ഫിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്, ഇല്ലേ? ഉണ്ട്. അവർ എമോഷണൽ കൺട്രോൾ ലെസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിന്മകൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് പോകാൻ പറ്റും. ഭയങ്കര ചലഞ്ചിങ് ആണത്. അപ്പൊ അത് ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരുപാട് ഏരിയകളിൽ എമോഷണൽ കൺട്രോൾ. അപ്പം ഈ റിയാക്ഷന് ഒരു ഇതുണ്ട്, ഒരു സംയമനമുണ്ട്. അപ്പം പലപ്പോഴും ഈ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കും അവരുടെ ലൈഫിന്. മറ്റുള്ളവരുടെ ലൈഫിന് ഒരു ത്രെട്ട് ഉണ്ടാക്കുന്നെങ്കിൽ പോലും അവരുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ചാലഞ്ചിങ് ആയിരിക്കും അവരുടെ. അപ്പോൾ അതുകൊണ്ട് ഹൈലി റിയാക്റ്റീവ് ആവുക, വളരെ ഫാസ്റ്റ് ഒരു കാര്യം കേട്ട ഉടനെ തന്നെ അതിനെ റിയാക്ട് ചെയ്യുക. അപ്പോൾ പലപ്പോഴും റിയാക്ട് ചെയ്യാതിരിക്കുന്ന നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ കാണാൻ പറ്റും സൊസൈറ്റിയിൽ. അപ്പോൾ നമ്മൾ നോൺ റിയാക്റ്റീവ് ആണോ, റിയാക്റ്റീവ് ആണോ, ഹൈലി റിയാക്റ്റീവ് ആണോ എന്നുള്ളതിനെ കുറിച്ചൊന്ന് ചെക്ക് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ
ഇത് പറയുമ്പോൾ നമ്മളെ കുറിച്ച് എങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കാറുണ്ട് പലപ്പോഴും. ഞാൻ ഏത് കാറ്റഗറിയാണ്? അപ്പോൾ ഏത് കാറ്റഗറി ആണെങ്കിൽ ആ കാറ്റഗറീനെ വേരിയേഷൻ കൊണ്ടുവരണം. നമ്മൾ റിയാക്റ്റീവ് ആവണം, പക്ഷെ കൺട്രോൾഡ് റിയാക്ഷൻസ് ആണ് എപ്പോഴും നല്ലത്. നമുക്ക് അതിനെ അടുത്ത ദിവസം സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഏതായിരുന്നാലും നമ്മളുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ, റിയാക്ഷനിൽ നമ്മളുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതൊരു മെറ്റീരിയൽ ലോ ആണെങ്കിൽ പോലും ഹ്യൂമൻ ബീങ്സിന് ആ ലോ സ്ട്രെയിറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ലൈഫിനകത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ചാലഞ്ച് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചറിവ്, ഒരു റിയലൈസേഷൻ നമുക്ക് ഉണ്ടാവുന്നത് നമ്മളുടെ റിയാക്ഷനെ കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാക്കാനും നമ്മുടെ റിയാക്ഷന്റെ അളവ് ക്രമീകരിക്കാനൊക്കെ സാധിക്കും. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ്. ലവ് യു ഓൾ.